ബിഗ് ബോസ് മലയാളം സീസൺ 6 ജാസ്മിൻ ജാഫറിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഒത്തിരി കോൺട്രവേഴ്സീസ് ആണ് ഈ ഒരു സമയത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ ജാസ്മിൻ ജാഫറിന്റെ പാരൻസ് ഒന്നിച്ച് വി ഹിയർ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിന് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ ഉത്തരങ്ങളും കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടി, ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഒട്ടും കൺവിൻസ്ഡ് അല്ലാത്തൊരു ഇന്റർവ്യൂ. അതോടൊപ്പം തന്നെ ബിഗ് ബോസിലേക്ക് പോയിരിക്കുന്ന ജാസ്മിൻ ജാഫർ വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് പോയിരിക്കുന്നത്. അത് പാരൻസിന്റെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ബിഗ് ബോസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്ന എല്ലാ തരം ഗെയിം പ്ലാനുകളെയും അതുപോലെ തന്നെ സ്ട്രാറ്റജീസിനെയും പറ്റി പാരൻസിന് ഉൾപ്പെടെ നല്ല രീതിയിൽ ബോധേഡ് ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി നല്ലൊരു പ്ലാനിങ് ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ലവ് സ്ട്രാറ്റജി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഇടി ആയിക്കൊള്ളട്ടെ, അങ്ങനെ ഏതൊരു സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്താലാണ് ജനങ്ങളിലേക്ക് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ള കാര്യം നല്ല രീതിയിൽ ബോധേഡ് ആണ് ഇവരുടെ ആ ഒരു ഇന്റർവ്യൂ ഫുള്ളായിട്ട് കണ്ടവർക്ക് അത് മനസ്സിലാകും. ദെൻ നമുക്ക് ആ ഒരു ഇന്റർവ്യൂവിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത്, എന്തിനാണ് ജാസ്മിൻ ജാഫറിന്റെ ഫാമിലി ജാസ്മിനെ ബിഗ് ബോസിലേക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ജാസ്മിന്റെ ഫാദറിന് ഒരു ശാരീരിക പ്രശ്നം ഉണ്ടായതുകൊണ്ട് അത് ജാസ്മിനെ അറിയിക്കാനായിട്ടാണെന്നാണ് നമ്മളിപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഇന്റർവ്യൂവിൽ ജാസ്മിന്റെ ഫാദർ പറഞ്ഞത് എന്തെന്നാൽ, പുള്ളിക്ക് 3 ബ്ലോക്കുകൾ ഉണ്ടായ വ്യക്തിയാണ്. അതിനകത്ത് 1ഉം 2ഉം ബ്ലോക്കുകൾ പല നാളുകളിലായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി. ഇനി 3ാമതായിട്ട് ഒരു ബ്ലോക്ക് കൂടി ഉണ്ട്. അതിന്റെ കുറച്ച് ശാരീരിക പ്രശ്നങ്ങൾ വന്നത് കാരണം വെള്ളിയാഴ്ച ഡോക്ടറിനെ കാണാൻ പോകണം. അത് പറയാനായിട്ടാണ് ജാസ്മിനെ കോണ്ടാക്ട് ചെയ്തതെന്നാണ് പറഞ്ഞത്. ആദ്യം തന്നെ ഈ കാര്യം പറഞ്ഞിട്ട് ഏഷ്യാനെറ്റിലേക്ക് വിളിച്ച സമയത്ത് ബിഗ് ബോസ് പറയണ്ടായി, ഞങ്ങൾ അറിയിച്ചോളാം ഈ ഒരു ശാരീരിക പ്രശ്നം, ഇങ്ങനെയുള്ള കാര്യം കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല എന്ന്. വീണ്ടും വീണ്ടും ചോദിച്ച സമയത്താണ് ഒരു 2 മിനിറ്റ് ജാസ്മിനായിട്ട് സംസാരിക്കാനായിട്ട് ജാസ്മിന്റെ ഫാദറിനെ ബിഗ് ബോസ് അനുവദിച്ചത്. അതിനുശേഷമാണ് ഈ ഒരു ടോക്കിംഗ് ഉണ്ടാവുകയും ജാസ്മിന് ഈ ഒരു കാര്യം അറിയുകയും പിന്നീട് പുറത്തേക്ക് വന്ന ജാസ്മിൻ ഗബ്രിയോട് ഷൗട്ട് ചെയ്യുന്നു, വീട്ടുകാരോട് ഷൗട്ട് ചെയ്യുന്നു, നല്ല രീതിയിൽ പൊട്ടിക്കരയുന്നു, പുതച്ചു മൂടിക്കിടന്ന് കരയുന്നു. ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ബ്ലോക്ക് കാരണം, ഈ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് ജാസ്മിൻ ഇത്രയേറെ സ്ട്രെസ് ഫീൽ ചെയ്യണമെങ്കിൽ ഈ ഒരു അസുഖത്തെ പറ്റി അല്ലെങ്കിൽ ഫാദറിന്റെ ഓപ്പറേഷനെ പറ്റി ജാസ്മിൻ എന്തെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ സംസാരിക്കണം. പിന്നെ ഫാദറിനോട് സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്ന ജാസ്മിൻ ആകെ പറഞ്ഞത്, നമ്മൾ തമ്മിലുള്ള ഈ ഒരു ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ഈ ഒരു ബന്ധം പുറത്ത് ആൾക്കാർ മറ്റുള്ള രീതിയിൽ എടുക്കുന്നു എന്നൊക്കെയാണ് സംസാരിച്ചത്. പല പല സമയങ്ങളിലും ഇത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഈ ഒരു ഫാദറിന്റെ ഈ ഒരു ഹെൽത്ത് ഇഷ്യൂവിനെ പറ്റി ബിഗ് ബോസിൽ എവിടെയും നമ്മുടെ ജാസ്മിൻ സംസാരിച്ചിട്ടില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ജാസ്മിന്റെ ഫാദറായിട്ട് മറ്റുള്ള ചില കോഡ് ഭാഷകൾ വഴി ആയിരിക്കാം മിക്കവാറും അങ്ങനെ ചില സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവർ എല്ലാവരും വെൽ പ്രിപ്പയർഡ് ആണ്. കാരണം ലവ് സ്ട്രാറ്റജി എന്താണെന്നും ഗെയിം പ്ലാനുകൾ എന്താണെന്നും ബിഗ് ബോസിൽ എങ്ങനെ നിൽക്കണമെന്നും വെൽ ബോധേഡ് ആണ് ജാസ്മിന്റെ ഫാമിലി ഉൾപ്പെടെ. ആ ഒരു ഇന്റർവ്യൂ കണ്ടവർക്ക് അത് മനസ്സിലാകും. ഇതിൽ നിന്ന് ഇപ്പം എനിക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റിയ ചില കാര്യങ്ങൾ എന്തെന്നാൽ, ജാസ്മിൻ ജാഫർ എന്തെങ്കിലും കാരണത്താൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശാരീരിക പ്രശ്നങ്ങൾ മുൻനിർത്തി ഫാദറിനെ കൊണ്ട് കോള് ചെയ്യിപ്പിച്ച് തന്നെ അത് അറിയിക്കണം എന്നുള്ള രീതിയിൽ മറ്റുള്ള ലാംഗ്വേജുകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം താൻ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തനിക്ക് അറിയാൻ വേണ്ടി വീട്ടുകാരെ കൊണ്ട് ശാരീരിക പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടും അല്ലാത്ത മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കോണ്ടാക്ട് ചെയ്യിപ്പിച്ച് കോഡ് ഭാഷകൾ വഴി അതറിഞ്ഞ് പിന്നീട് ആ ഒരു ഗെയിം മാറ്റിക്കളിക്കുന്ന ഒരു പരിപാടി നമ്മൾ മറ്റുള്ള ലാംഗ്വേജുകളിൽ കണ്ടിട്ടുണ്ട്. ആ ഒരു പരിപാടിയാണോ ഇവിടെ ഈ ഒരു ജാസ്മിന്റെ ഫാമിലിയും ജാസ്മിനും ഉപയോഗിച്ചിരിക്കുന്നത്? കൃത്യമായിട്ട് ജാസ്മിന്റെ ഗെയിം എന്താണ് വളരെ ബാഡായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നെഗറ്റീവായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കും എന്നുള്ളൊരു സമയത്ത് ജാസ്മിൻ ജാഫറിന്റെ ഫാദർ പെട്ടെന്ന് എനിക്ക് 3ാമത്തെ ബ്ലോക്ക് കാരണം ശാരീരിക പ്രശ്നം വരുന്നു എന്നൊക്കെ പറഞ്ഞ് ജാസ്മിനോട് 2 മിനിറ്റ് സംസാരിക്കണമെന്ന് പറയുന്നു. എന്തൊക്കെയോ ഒരു കാര്യം, എന്തൊക്കെയോ ഒരു ഹിന്റ് ജാസ്മിന്റെ ഫാദർ തീർച്ചയായിട്ടും ജാസ്മിന് കൊടുത്തിട്ടുണ്ട്. അല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും ജാസ്മിൻ ഇത്രയേറെ വയലന്റ് ആവില്ല, ഇത്രയേറെ കരയില്ല, നമ്മളെ എന്തൊക്കെയോ സൂചിപ്പിക്കുന്ന രീതിയിൽ ജാസ്മിൻ സംസാരിക്കില്ല. അപ്പോൾ എന്തൊക്കെയോ അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ജാസ്മിന്റെ ഫാദർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാവരും എന്നെപ്പറ്റി അന്വേഷിക്കുന്നു, ഞാൻ മൂത്രമൊഴിക്കാൻ പോയാലും ഞാനൊരു ബേക്കറി പോയാലും ഞാൻ പുറത്തിറങ്ങിയാലും എന്നെ ഇവിടെ കണ്ടല്ലോ, ഇയാളൊരു ഹോസ്പിറ്റലിലും ഇതുവരെ അഡ്മിറ്റ് ആയിട്ടില്ല, പിന്നീട് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഹെൽത്ത് ഇഷ്യൂ പറഞ്ഞിട്ട് ബിഗ് ബോസിലേക്ക് കോണ്ടാക്ട് ചെയ്തത്? തീർച്ചയായിട്ടും അന്വേഷിക്കും. ഇപ്പോൾ ഒരു സാധാരണക്കാരെയാണ് ജാസ്മിൻ എന്ന് വെച്ചോ, നമ്മുടെ ജാസ്മിൻ ജാഫർ എന്ന യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ട് നടക്കുന്ന ഒരു സാധാരണ വ്യക്തിയാണ് ജാസ്മിൻ എങ്കിൽ, ആ ഒരു ജാസ്മിന്റെ ഫാദറിന് ഇത്തരത്തിലൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അതറിയില്ല, ആരും അതിനെപ്പറ്റി അന്വേഷിക്കില്ല. താങ്കൾ ബേക്കറി പോയാലോ പുറത്തിറങ്ങിയാലോ എവിടെ പോയാലും താങ്കളെ പറ്റി അന്വേഷിക്കില്ല. പക്ഷെ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ
താങ്കളുടെ പുത്രി ജാസ്മിൻ ജാഫർ എവിടെയാണ്? ബിഗ് ബോസ് ഹൗസിലാണ്. ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ഒരുപാടധികം വ്യൂവേഴ്സ് ഉണ്ട്, ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന റിവ്യൂവർമാരുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു ഹെൽത്ത് ഇഷ്യൂ പറഞ്ഞ് ബിഗ് ബോസിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, താങ്കളെ പുറത്ത് വെച്ച് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങൾ ചോദ്യം ചെയ്യും. കാരണം ഇത്തരത്തിലൊരു ഹെൽത്ത് ഇഷ്യൂ പറഞ്ഞ് വിളിച്ചിരിക്കുന്നു. ബിഗ് ബോസ് അനുവദിക്കണമെങ്കിൽ ബിഗ് ബോസിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റിനെ വീട്ടിലേക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട്, വീട്ടിൽ നിന്ന് കണ്ടസ്റ്റന്റിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഏഷ്യാനെറ്റ് അനുവദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് സീരിയസ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിരിക്കണം. ആ ഒരു സമയത്ത് താങ്കളെ പുറത്ത് ബേക്കറിയിലും അതോടൊപ്പം തന്നെ താങ്കളുടെ അയൽവക്കക്കാർ താങ്കളെ ഒരു അസ്വസ്ഥതയും ഇല്ലാത്ത രീതിയിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യും. അത് ഞങ്ങൾ വീഡിയോസ് ആയിട്ട് ഇടുകയും ചെയ്യും. അതിനെപ്പറ്റി ഒരു സങ്കടവും വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം ജാസ്മിൻ എന്ന് പറയുന്ന താങ്കളുടെ മകൾ എവിടെയാണ്? ബിഗ് ബോസ് ഹൗസിലാണ്. അതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് ഒരുപാടധികം ആളുകൾ ഇവിടെ ഉണ്ട്. അത് തന്നെയാണ് കോണ്ടന്റ് എന്ന് പറയുന്നത്. പിന്നീട് ജാസ്മിൻ്റെ ഫാദർ പറഞ്ഞതിൽ ഒട്ടും കൺവേ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ജാസ്മിൻ്റെ ഗെയിമിനെ പറ്റി, ജാസ്മിൻ്റെ ആൺ സുഹൃത്തുക്കളെ പറ്റി. ജാസ്മിന് കുട്ടിക്കാലം മുതൽ പെൺ സുഹൃത്തുക്കളെക്കാൾ കൂടുതൽ ആണുങ്ങളായിട്ടാണ് കൂട്ട്. അവരെല്ലാവരും വീട്ടിലേക്ക് വരും, ഇവർ തമ്മിൽ ദേഹത്ത് തൊട്ടും തലോടിയൊക്കെ സംസാരിക്കാറുണ്ട്. അതൊക്കെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇത് തന്നെയാണ് നമ്മുടെ ഗബ്രി ആയിട്ട് ജാസ്മിൻ അവിടെ ചെയ്യുന്നത്. ഗബ്രിനെ ഒരു കൂട്ടുകാരനായിട്ട് കണ്ടിട്ടാണ് മറ്റുള്ള കൂട്ടുകാരോട് പെരുമാറുന്നത് പോലെ ജാസ്മിൻ പെരുമാറുന്നത്. പക്ഷെ ഇത് തെറ്റല്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ ഒരു ആകെ കുഴഞ്ഞു മറിഞ്ഞൊരു സംസാരം, അത് കേട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു രീതിയിലും കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് പുള്ളിയുടെ ഒരു സംസാരം എന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് തെറ്റാണെന്ന്. പക്ഷെ അവർ തമ്മിൽ കൂട്ടുകാരാണെന്ന് തനിക്കറിയാമെങ്കിൽ, താങ്കൾക്ക് അറിയാമെങ്കിൽ എന്തിനാണ് പിന്നെ ഇത് തെറ്റാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞത്? എനിക്കതിനെപ്പറ്റി ഒന്നും മനസ്സിലായില്ല. കാരണം അവൾ ചെയ്യുന്നത് ശരിയാണ്, പക്ഷെ തെറ്റുമാണ്. ആളുകൾ അങ്ങനെ വിചാരിക്കുന്നതിൽ മോശം പറയാൻ പറ്റില്ല. എനിക്കും ഇടക്കിടക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള കൂട്ടുകാരെ പോലെയാണ് ഗബ്രി എന്ന് പറഞ്ഞതിൽ എന്ത് ഔചിത്യമാണുള്ളത്? അതുപോലെ തന്നെ ജാസ്മിൻ്റെ മാരേജ് ക്യാൻസലായി പോയ കാര്യങ്ങളും പറയുന്നുണ്ട്. അതിനെപ്പറ്റി ജാസ്മിൻ വളരെ പോസിറ്റീവായിട്ടാണ് ബിഗ് ബോസിൽ സംസാരിച്ചത്. പക്ഷേ ഇൻ്റർവ്യൂവിനിടയിൽ പാരൻസ് വളരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലാണ്, വളരെ പ്രൊവോക്ഡ് ആയിട്ടുള്ള രീതിയിൽ അഗ്രസീവ് മൈൻഡോടുകൂടിയാണ് ഇൻ്റർവ്യൂവിൽ സംസാരിച്ചിരിക്കുന്നത്. പിന്നീട് ജാസ്മിൻ്റെ ഫാദർ ഒരുപാടധികം യൂട്യൂബേഴ്സിനെ കുറ്റം പറയുന്നുണ്ട്. ജാസ്മിൻ്റെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ നടക്കുന്ന ഒരുപാടധികം യൂട്യൂബേഴ്സ് ഉണ്ട്. കുറേ അധികം ഫേക്ക് അക്കൗണ്ട്സിൽ നിന്ന് ജാസ്മിനെതിരായിട്ട് ക്യാമ്പയിൻ നടത്തുന്ന ഒരുപാടധികം ആളുകളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്തൊരു 40% ആളുകളും ജെനുവിനാണ്, എന്നാൽ ഒരു 60% ആളുകളും ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കാനായിട്ട് ഫേക്ക് അക്കൗണ്ട് തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്ന് പറയുന്നുണ്ട്. ഞങ്ങളെപ്പറ്റി അങ്ങനെ പറയരുത്, കാരണം ഇത് ഫേക്ക് അക്കൗണ്ട് അല്ല. ഞങ്ങളുടെ റിയൽ ആയിട്ട് ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ഒരു ചാനലാണ്. ഇതിവിടെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ 100% ജെനുവിൻ ആണെന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കും. ഫേക്ക് അക്കൗണ്ട്സ് വഴിയുള്ള ക്യാമ്പയിൻ ഉണ്ടാകാം. അത് മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ, ജാസ്മിനൊപ്പം നമ്മുടെ ബിഗ് ബോസിലുള്ള മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ PR വർക്കിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാകാം. അതിനിടയിൽ ജാസ്മിനെതിരായിട്ടുള്ള ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ നടക്കാം. കാരണം ഒരാൾ തോറ്റു കഴിഞ്ഞാലേ മറ്റൊരാൾക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ എല്ലാ യൂട്യൂബേഴ്സിനും അടച്ച് ആക്ഷേപിക്കുന്ന ആ ഒരു ഭാഷ മാറ്റി പിടിക്കണം. അല്ലെങ്കിൽ ബിഗ് ബോസ് ജാസ്മിനെ മാറ്റി പിടിക്കും. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് ജാസ്മിൻ്റെ പള്ളി കമ്മിറ്റിയിൽ നിന്ന് ജാസ്മിനെ പുറത്താക്കി, സമുദായത്തിൽ നിന്ന് ജാസ്മിനെ പുറത്താക്കി എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ഈ ഒരു നോൻപ് മാസങ്ങളിൽ ഗബ്രിയും ജാസ്മിനും തമ്മിൽ കാണിച്ചു കൂട്ടുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അതിനെപ്പറ്റി എനിക്കൊരു അഭിപ്രായമില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ വെറുതെ പടച്ചുണ്ടാക്കുന്നതാണ്. ഇത് തന്നെയാണ് നമ്മൾ ഫേക്ക് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഫേക്ക് അക്കൗണ്ട് തുടങ്ങി നമ്മുടെ ജാസ്മിൻ്റെ ഫാമിലിയെയും അതുപോലെ തന്നെ അവരുടെ പാരൻസിനെയും ലൈഫിനെയും സ്പോയിൽ ചെയ്യാൻ ശ്രമിക്കരുത്. ഇത് നമ്മൾ മുന്നുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലൊരിക്കലും പെരുമാറരുത്. ഇപ്പോൾ ഒരു നോൻപ് മാസമാണ്, ഒരു ഇസ്ലാമി ഇതിൽ നിന്ന് വരുന്ന ജാസ്മിനെ ഒരിക്കലും ആ ഒരു ജാതിപ്പേര് പറഞ്ഞ് ഒരിക്കലും കളിയാക്കാനോ അല്ലെങ്കിൽ ഒരു മോശക്കേട് പറയാനോ ഒന്നും പാടില്ല. കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതൊരു ഗെയിം ഷോ ആണ്, അതിൻ്റെ രീതിയിലേക്ക് കാണുക. പക്ഷേ അമിതമായിട്ട് ജാസ്മിൻ്റെ ജീവിതത്തിലേക്ക് കയറി ഇല്ലാത്ത കാര്യങ്ങൾ പടച്ചുണ്ടാക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരഭിപ്രായവുമില്ല. അങ്ങനെ ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടുമില്ല. എൻ്റെ പ്രീവിയസ് വീഡിയോസ് എന്ത് വേണമെങ്കിലും എടുത്തു നോക്കിക്കോളൂ. ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. ഇതുപോലെ പറയുന്ന യൂട്യൂബേഴ്സ് ഉണ്ടെന്നാണ് ജാസ്മിൻ്റെ ഫാദർ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ഉണ്ടാകാം. അവർ ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫേക്ക് അക്കൗണ്ട്സ് എന്ന് പറയാം. അവരെ ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ PR ഏജൻസി എന്ന് പറയാം. അതിന് തെറ്റൊന്നുമില്ല. കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പിന്നീട് ഉണ്ടാക്കി പറയുന്ന ആളുകളെ നിങ്ങൾക്ക് കുറ്റം പറയാം.
എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസിന്റെ എല്ലാ എപ്പിസോഡ്സും ഫോളോ ചെയ്ത് കാണുന്ന വ്യൂവേഴ്സിന് വേണ്ടി ബിഗ് ബോസ് തന്നെ എന്തുകൊണ്ടാണ് ജാസ്മിന്റെ ഫാദർ കോൺടാക്ട് ചെയ്തതെന്നുള്ള കാര്യം ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മുടെ ലാലേട്ടന്റെ മുന്നിൽ വെച്ച് തന്നെ കൺവേ ചെയ്തിട്ടുണ്ടായിരുന്നു. ജാസ്മിൻ ജാഫറിന് എൻ്റെ ഫാദറിന് ഇത്തരത്തിലൊരു ഹെൽത്ത് ഇഷ്യൂ വന്നതുകൊണ്ട് ആ ഒരു ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ ജാസ്മിനെ ഈ കാര്യം മുൻകൈ എടുത്ത് അറിയിക്കേണ്ടത് ഒരു മാനുഷിക പരിഗണന എന്നുള്ള രീതിയിൽ ജാസ്മിനെ ഇത് അറിയിക്കേണ്ടത് ബിഗ് ബോസിന്റെ കൂടി ഒരു ചുമതലയായിട്ട് കണ്ട് ജാസ്മിന്റെ ഫാദറിന് കുറച്ചു നേരത്തേക്ക് ജാസ്മിനോട് സംസാരിക്കാനും തന്റെ ഹെൽത്ത് ഇഷ്യൂവിനെ പറ്റി പറയാനും സമയം കൊടുത്തു എന്നുള്ള കാര്യം ഇന്നലെ ലാലേട്ടന്റെ മുന്നിൽ വെച്ച് തന്നെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം തീർച്ചയായിട്ടും ബിഗ് ബോസ് അതിനെപ്പറ്റി സംസാരിക്കണം എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നു. അതുപോലെ തന്നെ ബിഗ് ബോസ് ഇന്നലത്തെ എപ്പിസോഡിൽ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ് അവർ സംസാരിച്ചതെന്നുള്ള ഒരു വോയിസ് റെക്കോർഡും നമ്മളെ കേൾപ്പിച്ചിട്ടില്ല. അത് അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കൈകടത്തുന്ന രീതിയിലുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് അത് കേൾപ്പിക്കാത്തതെന്നും ബിഗ് ബോസ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെയാണ് നമുക്ക് ആ ഒരു പാർട്ട് 1 ഇന്റർവ്യൂവിനെ പറ്റി സംസാരിക്കാനുള്ളത്. ജാസ്മിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പറയുന്ന ആളുകൾ ഉണ്ടാവും, കാരണം അത് ബിഗ് ബോസിൻ്റെ ഒരു ശൈലിയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്